ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എടാ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളുമായിട്ട് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. പക്ഷേ വലിയ ഗമയിലൊക്കെ പറഞ്ഞു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ഒക്കെ അങ്ങ് കട്ടായിപ്പോയി. മസാലകൾ ചേർക്കുന്ന വീഡിയോകളെല്ലാം കട്ടായിപ്പോയി. എങ്കിലും ഞാനിതിനകത്ത് പറയാൻ ശ്രമിക്കാം. പിന്നെ എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എടാ എൻ്റെ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ 2K ആയി സബ്സ്ക്രൈബർ കേട്ടോ. അപ്പം എല്ലാവർക്കും ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ കണ്ടിട്ടായിരിക്കുമല്ലോ ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് സബ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ സബ് ചെയ്തവർക്കൊക്കെ ഒരു നന്ദി. ഇപ്പോൾ ഇന്ന് ഞാൻ ഇടയ്ക്കൊക്കെ നമ്മളിപ്പോൾ അടപ്പേ വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ലച്ചു വന്നുകൊണ്ട് ഇപ്പം അടുക്കളയിലൊക്കെ പാചകമൊക്കെ വീണ്ടും സജീവമായിട്ടൊക്കെ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് അവൾക്ക് ചിക്കനും ഒക്കെ ഇഷ്ടമാണ് കഴിക്കാൻ. ഹോസ്റ്റലിലൊക്കെ അപ്പോൾ വല്ല ഇതായിട്ടാണല്ലോ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോഴൊക്കെ ആണല്ലോ വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ അത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ. പിന്നെ എന്താ പറയുന്നത്, നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വിചാരിക്കുമോ പിന്നെ ഇതൊക്കെ ഞങ്ങൾക്കറിയാവുന്നതല്ലയോ എന്ന്. എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളോടൊക്കെ ഒന്ന് പറയാം. ഇത് നാടൻ ചിക്കനൊന്നുമല്ല. നമുക്കിവിടെ നാടൻ ചിക്കൻ അങ്ങനെ കിട്ടാറില്ല. പക്ഷേ എനിക്കിഷ്ടം നാടൻ ചിക്കനാണ്. പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പം അവർക്കത് കഴിക്കുന്നതായിരിക്കുമല്ലോ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത്. അങ്ങനെ ആണല്ലോ എന്ന് വിചാരിച്ച് നോക്കി, പക്ഷെ കിട്ടിയില്ല. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ വലിയ പീസായിട്ടായിരിക്കുമല്ലോ നമുക്ക് തരുന്നത്. അത് പിന്നെ ഞാൻ ഇങ്ങ് വന്നിട്ട് ഒന്നും കൂടെ അത് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു നമ്മൾ എത്ര കഴുകിയാലും അതിനൊരു വല്ലാത്ത മണം കാണും. അപ്പം ഞാൻ വിചാരിച്ചു അത് വിനാഗിരിയിൽ ഒന്ന് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം ഞാനതൊന്ന് മുക്കി വെക്കും. അപ്പോൾ നല്ലതായിട്ട് അത് നമുക്ക് ക്ലീനായി കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ അടപ്പയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, പിന്നെ ഇഞ്ചിയും പിന്നെ പച്ചമുളകും തക്കാളിയും കൂടെ ഇട്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഈ ഇടികല്ലിലൊന്ന് ചതച്ചിടുമ്പം അതിനൊരു പ്രത്യേക രുചി കിട്ടും കേട്ടോ. അപ്പോൾ അതങ്ങനെയല്ല ഞാൻ പിന്നെ മസാലക്കൂട്ടുകൾ മുളക് പൊടി ഞാൻ അങ്ങനെ ഒരുപാട് ഇടാറില്ല. മല്ലിപ്പൊടിയാണ് കൂടുതലും ഞാൻ ചിക്കൻ കറിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു റെഡ് കളറ് നമുക്ക് കുറച്ചൊന്ന് മാറിക്കിട്ടും. മറ്റേ അങ്ങ് ഒരുമാതിരി അങ്ങ് വല്ലാത്ത റെഡ് കളറാണല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ചിക്കൻ കറി എല്ലാം റെഡിയായി. പിന്നെ നമ്മൾ ഈ അരി ഊറ്റുക എന്ന് പറയുന്നത് പുകയില്ലാത്ത അടുപ്പിലായതുകൊണ്ട് ഈ മംഗലവും കൂടെ ആയതുകൊണ്ട് അരി ഊറ്റുന്ന ഒരു ടാസ്ക്കാണ്. അതെന്തായാലും പിന്നെ വിജയകരമായി അത് പൂർത്തിയാക്കി. പിന്നെ ഇത് ഇങ്ങോട്ട് ഒരു ക്ലിപ്പിട്ട് നമുക്കത് വെച്ച് കഴിയുമ്പം അടപ്പാണെങ്കിൽ താഴോട്ട് മറിഞ്ഞു പോകത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഇട്ടു, എല്ലാം ചെയ്തു. പിന്നെ ലച്ചു ഇനിയിപ്പോൾ പോകാറൊക്കെ ആയി. അപ്പോൾ വീണ്ടും എൻ്റെ അടുക്കള ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക്, ഇനിയിപ്പോൾ അവൾക്ക് എക്സാമാണ് 14-ാം തീയതി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി ഓണത്തിൻ്റെ അവധിയുണ്ട്, അപ്പോഴത്തേക്ക് ഇനിയും വരത്തുള്ളൂ. ഇത് പിന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ ഇതിൽ വീണ് കഴിയുമ്പോൾ നമ്മൾ അന്നേരം തുടച്ച് കഴിയുമ്പോൾ നമുക്കും ഒരു സമാധാനം കിട്ടും, അടുപ്പിനും ഒരു സമാധാനം കിട്ടും. പിന്നെ ഇതിൻ്റെ തീ ആണെങ്കിൽ ഇനിയിപ്പോൾ രാവിലെ എല്ലാം നമുക്ക് അത് രാവിലെ വരെ അതിൻ്റെ ആ ചൂട് കാണും. അപ്പോൾ അത് രാവിലെ പിന്നെ ഇനി ചാരമൊക്കെ വാരാൻ രാവിലെ അല്ല പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ ചീനിക്കകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, ഞാനാണെങ്കിൽ അതിനകത്തോട്ടൊരു 4 കുരുമുളകിൻ്റെ കുരുമുളകും കൂടി ഇടും. അപ്പോൾ ചീനിക്കാണെങ്കിൽ ഒരു പ്രത്യേക രുചിയായിരിക്കും. അത് പിന്നെ എല്ലാം ഇടുകല്ലിനകത്ത് ചതച്ചിട്ട് ഒന്നും കൂടെ പറയാം, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കരിവേപ്പിലയും പിന്നെ 4 കുരുമുളകും അതും കൂടി ഇട്ടിട്ട് നമ്മൾ ആ ഇടികല്ലിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് അത് പച്ചമണം മാറുമ്പോൾ നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിയുമ്പോൾ നല്ല ടേസ്റ്റിലുള്ള കപ്പയും കിട്ടി. അപ്പോൾ ഇന്ന് ഇച്ചിരി ലാവിഷായിട്ട് കപ്പയും ചിക്കനും ചോറും കറി ഉണ്ടായിരുന്നു, മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിച്ചില്ല. കുറച്ച് ദിവസം മോരുകറി ആയ പിന്നെ അതിനൊരു മടുപ്പ് വരും. അപ്പോൾ അതങ്ങനെ അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുവാണെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കേടാ, അടുത്ത വീഡിയോയിൽ കാണാം.